ബോളിവുഡിലോട്ട് ട്രൈ ചെയ്യുന്നില്ലേ? ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ലോ മാത്രം ഒരു കാര്യമില്ല, കിട്ടണ്ടേ? അപ്പോ ഭാവി വരെ എങ്ങനെയായിരിക്കണം? വെൽക്കം ടു റിംഗ് ലൈറ്റ് സെലിബ്രിറ്റിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പാളയം PC എന്ന മൂവിയിലെ ഡയറക്ടറും പിന്നെ നായികയുമാണ്. നമുക്ക് പരിചയപ്പെടാം. സോ വെൽക്കം ടു ദ ഷോ സർ VM അനിൽ ആൻഡ് നിയ അല്ലേ? സർ പറയൂ, അപ്പൊ ഈ ഒരു മൂവി എന്താണ്, എങ്ങനെയായിരുന്നു സാറിന്റെ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? കാസ്റ്റിംഗ് കോട്ടയം രമേഷ്, ജാഫർ ഇടുക്കി, ഉല്ലാസ് പന്തളം, മീനുവടിമാരി, ഹരീഷ് കണാരൻ, രാഹുൽ മാധവ്, പിന്നെ നിയ, മാല പാർവതി, മഞ്ജു പത്രോസ്. ഓക്കെ, അപ്പോൾ ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്ത ഒരു മൂവിയാണ് അതല്ലേ? അപ്പോൾ ഇതിനകത്ത് കൂടുതൽ എങ്ങനെ ഫുൾ ഒരു ഇതിന്റെ ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര ഒരു ഡാർക്ക് മൂഡാണ്, റെഡിഷ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഫുൾ മറ്റേ എന്താണ്, ത്രില്ലറാണോ ഉദ്ദേശം? ത്രില്ലറാണ്, പക്ഷെ അങ്ങനെ മാസമായിട്ടൊന്നുമില്ല, വലിയൊരു സംഭവമായിട്ടൊന്നുമില്ല. പക്ഷെ അത് ഒരു വളരെ ലളിതമായ രീതിയിൽ ഒരു കണ്ടുപിടിക്കുന്ന ഒരു ബേസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ സാർ നായികയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എങ്ങനെയായിരുന്നു നായിക? ആ കഥാപാത്രത്തിന് നമ്മള് കാസ്റ്റ് ചെയ്താണ് കറക്റ്റ്. നമ്മൾ കുറെ ആലോചിച്ചിരുന്നു, നമ്മള് കഥാപാത്രം കറക്റ്റ് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. അപ്പം നമ്മള് ആലോചിച്ചാലും പറഞ്ഞു, ഇങ്ങനെ ഒരാള് സജഷൻ പറഞ്ഞു, നമ്മളെ വിളിച്ചു കഴിഞ്ഞു തൃപ്തി. പിന്നെ അഭിനയത്തിന്റെ കാര്യത്തിൽ ഒന്നും നോക്കാനില്ല, കറക്റ്റ് ആ കഥാപാത്രം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ എങ്ങനെയായിരുന്നു? നല്ല സാറിന് തൃപ്തി വന്നിരുന്നു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ? വളരെ തൃപ്തി ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ മ്യൂസിക് ഒക്കെയോ? മ്യൂസിക് സാദിഖ് പന്തല് പുതിയ ആശയാണ്. അപ്പൊ ഇതില് സിത്താരന്റെ ഒരു പാട്ടുണ്ട്. 6 പാട്ടുണ്ട്. ഷഹബാസമൻ, ഇനി ശ്രീനിവാസൻ, നജീം അർഷാദ്, സിത്താര, പിന്നെ ഒരു കുട്ടിയുണ്ട് അഖിലാനന്ദ്. അപ്പൊ നീയൊക്കെ എന്താണ് പറയാനുള്ളത് സാറിനോട്? സാറിന്റെ മുമ്പിൽ തന്നെ പറയണോ എക്സ്പീരിയൻസസ് ഒക്കെ? സാറിനോട് പറയാൻ അല്ല, സാറിന്റെ മുമ്പിൽ തന്നെ എക്സ്പീരിയൻസസ് പറയാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരു ഫ്രണ്ട്ലി മൂഡായിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. നമ്മളൊരു ലൊക്കേഷനിൽ പോകുമ്പോൾ ഒരു ട്രിപ്പ് പോകുന്ന നിലമ്പൂര് കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഷൂട്ടിന്റെ കൂടെ തന്നെ ട്രിപ്പിംഗ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പോഴും മോഡലിംഗ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ മോഡലിംഗ് കുറവാണ്. അല്ല, ഫസ്റ്റ് എങ്ങനെയാ ഈ ഒരു ഫീൽഡിലോട്ട് വന്നത്? എൻട്രി എങ്ങനെയായിരുന്നു ഈ ഇൻഡസ്ട്രിയിലോട്ട്? ഫിലിം ഇൻഡസ്ട്രി ആദ്യം മോഡലിംഗ് തന്നെയായിരുന്നു. ഞാൻ ഫസ്റ്റ് ചെയ്തത് തെലുങ്ക് മൂവിയാണ്. മലയാളത്തിലെ ഫസ്റ്റ് മൂവി ഏതാണ്? മലയാളത്തിലെ 19ാം നൂറ്റാണ്ട് സിജുവൽസിന്റെ പേരായിട്ട് ചെയ്തത്. ഓക്കെ, ഷൈൻ ടോം ചാക്കോന്റെ കൂടെ ഒരു അതിനകത്ത് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? ഭയങ്കര ഫ്രണ്ട്ലി ആണ് ആള്, അടിപൊളിയാണല്ലോ. ഓക്കെ, എന്റെ സോങ്സ് ഒക്കെ എങ്ങനെയുണ്ട് ഈ ഒരു പാളയം PC സോങ്സ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോ പിന്നെ നിങ്ങൾ രണ്ടുപേർക്കും ഈ ഒരു സിനിമയെ കുറിച്ച് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരു പുതുമയുണ്ട്. കാരണം ഇതിന്റെ കഥയ്ക്ക് ഒരു പുതുമയുണ്ട്. ഇതിലൊരു വിഷയമായിട്ട് ഒരു സംഭവം വരുന്നുണ്ട്. നമ്മുടെ 2 വർഷം മുമ്പ് നടന്നൊരു ശബരിമല ഇഷ്യൂ ഉണ്ടല്ലോ, അങ്ങനെ ഒരു കഥാപാത്രം വരുന്നുണ്ട് ഈ സിനിമയിൽ വരുന്നുണ്ട്. അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോയ സ്ഥലമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കഥ പോകുന്നത്. അങ്ങനെയൊന്നുമില്ല, വലിയൊരു സംഭവം. ഞാൻ പറയാം, സിനിമ അതില് പിന്നെ കണ്ടു നനയിപ്പിക്കുന്ന ചില രംഗങ്ങളുണ്ട്. കോമഡി അതാണ് ആർട്ടിസ്റ്റ്, കോമഡി ആർട്ടിസ്റ്റ് എല്ലാം ഉണ്ട്, എല്ലാ സംഭവം. അപ്പൊ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നു നമ്മൾ കരുതുന്നത്, എല്ലാവരും കാണണം. എന്താ പറയാനുള്ളത്? കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളല്ലല്ലോ അതിനെ കുറിച്ച് ഒരു നായികയല്ലേ, അപ്പൊ നായികക്ക് പറയാനുണ്ടാവുമല്ലോ. എനിക്ക് എന്താ പറയാ, ഓവറോൾ കണ്ടിട്ട് ഓക്കെ, ഭയങ്കരമായിട്ട് സംഭവമായിട്ടൊന്നും നമുക്ക് പ്രേക്ഷകരിലേക്ക് പറയാനായിട്ടില്ല. പക്ഷെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്, കണ്ടാൽ ഇഷ്ടപ്പെടും. ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ട് വരുന്ന സംഭവമാണ്. അപ്പം എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. ഓക്കെ, ഞാനൊരു പേഴ്സണൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ലവ് ഉണ്ടോ? അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും വേണ്ട.
ചോദിച്ചാ പറഞ്ഞോ. Love ഒന്നുമില്ല. ശരി, എന്നാ പിന്നെ മാരേജിനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ്. ലവ് ഒന്നുമില്ല. എനിക്കിങ്ങനെ ഫ്രീ ബേർഡ് ആയിട്ട് നടക്കണം. ഫ്രീ വേർഡ് ആയിട്ട് നടക്കണം. അപ്പൊ എന്റെ ഇഷ്ടം, എന്റെ പാഷനാണ് മൂവി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് കുറെ മൂവീസ് ചെയ്യണം, അല്ലാണ്ട് 1-2 മൂവീസ് ചെയ്തിട്ട് അങ്ങ് സെറ്റിൽ താല്പര്യമില്ല. അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന കുറച്ച് നല്ല റോൾസ്. ഓക്കെ. പണ്ടത്തെ ഒരു രീതിയും ഇപ്പോഴത്തെ ഒരു ഈ ലവ് ആണെങ്കിലും മാരേജ് ആണെങ്കിലും ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ രീതിയും അപ്പോഴത്തെ രീതിയും ഒരുപാട് മാറ്റം ഉണ്ടല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് ഈ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ ഒരു അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് എന്ന് വെച്ചാൽ എല്ലാവരും പെട്ടെന്ന്, പണ്ടത്തെ ആൾക്കാർ പെട്ടെന്ന് കല്യാണം കഴിച്ചു പോകും. അപ്പൊ ഇപ്പോഴങ്ങനെയല്ല, എല്ലാവർക്കും അവരവരുടെ ലക്ഷ്യങ്ങളുണ്ട്, പാഷൻ ഉണ്ട്. കൂടുതലും ആൾക്കാർ ഇപ്പൊ മാരേജ് കുറെ ലേറ്റ് ആയിട്ടൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് നല്ലതാണോ ഓർ യു ഫീൽ വാട്ട്? നല്ലതാണ്. ഇപ്പോ നമ്മൾ കാണുന്ന എന്താ, മാരേജ് കഴിഞ്ഞാലും ഹസ്ബൻഡ്സ് അവരെ അലോ ചെയ്യുന്നുണ്ടോ ഇഷ്ടങ്ങൾക്ക് നിൽക്കാനായിട്ട്. ഒരുപാട് പേര് ഇൻഡസ്ട്രിയിൽ മാരേജ് കഴിഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലതാണ്, അതാണ് വേണ്ടത്. ഒരു വൈഫിന്റെ ഇഷ്ടം എന്താണോ അല്ലെങ്കിൽ ഗേൾഫ്രണ്ടിന്റെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് നിൽക്കുക. അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മാത്രം ഇഷ്ടങ്ങളല്ലാണ്ട് അവരുടെ ഇഷ്ടങ്ങൾക്കും കൂടി വാല്യൂ കൊടുത്തിട്ട്. അപ്പോ ഭാവി ഇനി ഒരു ഫ്യൂച്ചറിൽ ഒരു മാരേജ് ഉണ്ടാവുമല്ലോ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല അല്ലേ സർ? അപ്പോ ഭാവി വരെ എങ്ങനെയായിരിക്കണം? എന്തെങ്കിലും അങ്ങനെ? എനിക്ക് അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. സപ്പോർട്ടീവ് ആയിരിക്കണം. സപ്പോർട്ടീവാ. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് രണ്ടുപേരും. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ഈ സിനിമയ്ക്ക് ഈ സിനിമ നമ്മൾ വിചാരിച്ച മാതിരി നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ നമ്മളെ പ്രൊഡ്യൂസറായ ഡോക്ടർ സുരേഷ് ജോൺ നടക്കി. നമ്മൾ ഡോക്ടറെ എന്നാ വിളിക്കുക, എല്ലാരും ഡോക്ടർ. ആ ഡോക്ടറെ പക്ഷെ ഡോക്ടർ ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഡോക്ടറുടെ വൈഫും ഡോക്ടറാണ്. രണ്ടാളും എപ്പോഴും സെറ്റിൽ ഉണ്ടാവും. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. മകനും അഭിനയിച്ചിട്ടുണ്ട്, നല്ല അതൊരു മൂന്നിലും അഭിനയിച്ചിട്ടുണ്ട്. വൈഫ് ചെറിയൊരു സീനുണ്ട്. ഡോക്ടറാണ് ഇതില് അച്ഛയായിട്ട് അഭിനയിച്ചത്. ഓ, പ്രൊഡ്യൂസർ അഭിനയിച്ചു. അപ്പൊ എന്താ ഡയറക്ടർ അഭിനയിക്കട്ടെ? അതായാലും അത് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. പറഞ്ഞു കൊടുക്കാൻ സംഭവം ചെയ്തിട്ടില്ലേ? ഡബിങ് ചെയ്തില്ലേ? അതിന്റെ ഒരു പാട്ടായിട്ടുണ്ട്. ആയല്ലോ, സിനിമയില് ഡബിങ് കൂടെ ആണല്ലോ. ഞാൻ ഡോക്ടർ പറഞ്ഞോണ്ടെന്ന് ഡോക്ടർ ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും മേക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു. പിന്നെ അത് മാത്രമല്ല, സ്ക്രിപ്റ്റ് തുടങ്ങി. സ്ക്രിപ്റ്റ് ഇതിന്റെ സത്യേന്ദ്രൻ പോൽക്കാവും വിജിലേഷ് കുമാർ ആണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പം ഒരു 5-8 കഥ പറഞ്ഞു. ഈ കഥ ഒരു ഞാൻ പറഞ്ഞ മാതിരി പുതുമയുള്ള കൊണ്ട് ഒരു പുതുമയുണ്ട്. അതിനെക്കൊണ്ട് ചെറിയൊരു സബ്ജക്റ്റാണ്. അപ്പം അതിന് കുറെ എഫേർട്ട് ഡോക്ടർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മളെ കൂടെ തന്നെ നിന്ന് ഡോക്ടർ എല്ലാ പണിയും ഇതിൽ ചെയ്തിട്ടുണ്ട്. സോങ് എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മളെ കൂടെ നിന്നിട്ട് എല്ലാ പണികളും അങ്ങനെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള എനിക്ക് പ്രേക്ഷകരെ എങ്ങനെ സ്വീകരിക്കുന്ന അറിയില്ല. പ്രൊഡ്യൂസർ ഹാപ്പിയാണ്. ആൾക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം നമ്മളൊരു മൂവി ചെയ്യുമ്പോൾ നല്ലതായിരിക്കും എന്നാണല്ലോ നമ്മളുടെ ഇത്. പ്രേക്ഷകരാണ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയേണ്ടത്. ആളുടെ ഇപ്പൊ എന്തെങ്കിലും പ്രൊജക്ട് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ 916 കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കപ്പൂർ ചേട്ടനും ടിനി ചേട്ടനും മേജർ രവി ചേട്ടൻ, നോബി ചേട്ടൻ, ബിനു അടിമാലി ചേട്ടൻ നമ്മുടെ ഇതിലുണ്ട്. പിന്നെ നമ്മുടെ കോട്ടയം രമേശ് ചേട്ടനുണ്ട്. അപ്പൊ എല്ലാരുമായിട്ട് ഇങ്ങനെ എന്താ ആയതുകൊണ്ട് ഫ്രീ ആണ്. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും നെക്സ്റ്റ് പ്രൊജക്ട്സ് ഇങ്ങനെ വന്നിട്ടുണ്ടോ? നെക്സ്റ്റ് ഒരു തമിഴ് ടോക്കിങ്ങിലുണ്ട്. തമിഴാണോ ഇഷ്ടം, മലയാളമാണോ ഇഷ്ടപ്പെട്ട മൂവി? ഐ മീൻ ചെയ്യാൻ കംഫർട്ട്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. എനിക്ക് അതർ ലാംഗ്വേജസ് ഇഷ്ടമാണ്, മലയാളം ഇഷ്ടമാണ്. ബോളിവുഡിലോട്ട് ട്രൈ ചെയ്യുന്നില്ലേ? ട്രൈ ചെയ്യുന്നുണ്ട്. ലുക്കുണ്ടല്ലോ, മാത്രം കാര്യമില്ല, കിട്ടണ്ടേ? അതൊക്കെ ട്രൈ ഇത്രയൊക്കെ എത്തിയില്ല. അപ്പൊ ഉറപ്പായിട്ട് എത്തും. ഉറപ്പായിട്ടും ഓൾ ദ ബെസ്റ്റ് വിഷ് ചെയ്യുന്നു രണ്ടുപേരെയും. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ വരട്ടെ. എല്ലാവരും പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ പോയി കാണട്ടെ. ഓൾ ദ ബെസ്റ്റ് ഫോർ പാളയം PC. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.